മക്കളെ, ജെറുസലേം പ്രയർ ലൈനിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന നിങ്ങളെ ഓരോരുത്തരെയും ഏറ്റവും സ്നേഹത്തോടെ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴിയായി ഈശോയ്ക്ക് സമർപ്പിക്കുകയാണ്. വളരെയേറെ മക്കൾ ചോദിക്കുന്നുണ്ട്, എൻ്റെ കഷ്ടപ്പാട് മാറുമോ, എൻ്റെ രോഗം മാറുമോ, ദൈവം എന്നെ കൈപിടിച്ച് നടത്തുമോ? പ്രിയപ്പെട്ട മക്കളെ, കർത്താവിൽ വരുന്ന വചനം ദൈവശക്തി നമ്മിൽ പ്രകടമാകുന്ന ഒരു വചനമാണ്. നിങ്ങളിലൂടെ എത്രയോ പേർ കർത്താവിൻ്റെ വചനം കേട്ട് സൗഖ്യം പ്രാപിച്ചു. നിങ്ങളിലൂടെ എത്രയോ പേർ നിങ്ങൾ ഷെയർ ചെയ്ത് വചനം ശ്രവിക്കാനായിട്ട് ഇടവരുത്തി. ഇതൊക്കെ കർത്താവ് കാണുന്നുണ്ട്. ആ കർത്താവ് നമ്മോട് പറയുകയാണ്, ഞാൻ നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കും. ഓരോ കുടുംബങ്ങളുടെ ആവശ്യങ്ങൾക്ക് ഞാൻ കടന്നു വരും. ഓരോ രോഗികളെ ഞാൻ തൊട്ട് സുഖപ്പെടുത്തും. ഇതാ കർത്താവ് വചനം തരുന്നു. മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം 15-ാം വാക്യം. അവൻ അവളുടെ കയ്യിൽ സ്പർശിച്ചു, പനി അവളെ വിട്ടുമാറി, അവൾ എഴുന്നേറ്റ് അവനെ ശുശ്രൂഷിച്ചു. പ്രിയപ്പെട്ട മക്കളെ, എനിക്ക് വേണ്ടി ഈ വചനത്തിൽ നീ ഒന്ന് വിശ്വസിക്കുക. നിന്റെ കുടുംബത്തിലെ മക്കൾക്ക് വേണ്ടി ഈ വചനം ഒന്ന് വിശ്വസിക്കുകയും ഈ വചനം ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കുകയും. ദൈവത്തിൻ്റെ കരം ദൈവത്തിൻ്റെ ശുശ്രൂഷകൾക്കായി വിളിക്കുകയാണ്. ഓരോരുത്തരെയും ദൈവ വേലയ്ക്കായി, സുവിശേഷ വേലയ്ക്കായി യേശു ക്ഷണിക്കുകയാണ്. ദൈവത്തിൻ്റെ കരം തക്ക സമയത്ത് നിനക്ക് വേണ്ടി, നിന്റെ കുടുംബത്തിന് വേണ്ടി പ്രവർത്തിക്കും, നമ്മെ ഉയർത്തുകയും ചെയ്യും. ഏത് തകർച്ചകളിലും, ഏത് നഷ്ടങ്ങളിലും, ഏത് വേർപാടിൻ്റെ വേദനകളിലും, സാമ്പത്തികമായ ഞെരുക്കത്തിലും, രോഗദുരിതങ്ങളിലും, തെറ്റിദ്ധരിക്കപ്പെടുമ്പോഴും ആർക്കു വേണ്ടി നീ ഇതുവരെ അധ്വാനിച്ചുവോ, അവർ നിന്നെ പരിഗണിക്കാതിരിക്കുമ്പോഴും, നാം ആരെ വളർത്തിക്കൊണ്ട് വന്നുവോ അവർ തന്നെ നമ്മെ ദ്രോഹിച്ച് വേദനിപ്പിക്കുമ്പോഴും ദൈവമായ കർത്താവ് പറയുന്നു, ദൈവത്തിൻ്റെ കരം, എൻ്റെ കരം മോനെ, മോളെ നിന്റെ മേലുണ്ട്. ഏത് പ്രതികൂലങ്ങളെയും കൈപ്പിടിച്ച് ഉയർത്തുവാൻ ദൈവം നിന്റെ വീട്ടിൽ, നിന്റെ കിടക്കുന്ന കട്ടിലിൽ, നീ ഇരിക്കുന്ന കസേരയിൽ വന്ന് നിൽക്കുന്നുണ്ട്. അവൻ തൊട്ടാൽ നമ്മൾ സൗഖ്യം പ്രാപിക്കും. ഇനി രക്ഷയില്ല എന്ന് വിധി എഴുതിക്കൊണ്ട് മരണവുമായി ആശുപത്രി കഴിയുന്നവരോട് കർത്താവ് പറയുന്നു, എൻ്റെ കരം നിന്റെ കൂടെയുണ്ട്. മരണവുമായി മല്ലടിക്കുന്നവരോട്, ഇന്റൻസീവ് കെയർ യൂണിറ്റിൽ കിടന്ന് ശ്വാസം കിട്ടാതെ വിഷമിക്കുന്നവരോട് ദൈവമായ കർത്താവ് പറയുന്നു, എൻ്റെ കരം നിന്റെ കൂടെയുണ്ട്. BP കിട്ടാതെ, ഷുഗർ കൂടി, കൊളസ്ട്രോൾ കൂടി, ക്രയാറ്റിൻ കൂടി, ഇനി രക്ഷയില്ലാന്ന് വിധി എഴുതിയിരിക്കുന്ന സർവ്വ രോഗികളിലേക്കും ഇതാ വചനമാകുന്ന യേശു കടന്നു വരികയാണ്. അവൻ അവളുടെ കയ്യിൽ സ്പർശിച്ചു, പനി അവളെ വിട്ടുമാറി, അവൾ എഴുന്നേറ്റ് അവനെ ശുശ്രൂഷിച്ചു. നമുക്കും കർത്താവിനെ ശുശ്രൂഷിക്കാം. കർത്താവിനെ കണ്ടവരും കർത്താവിനെ തൊട്ടവരും, കർത്താവ് തൊട്ടവരും സൗഖ്യം പ്രാപിച്ചതുപോലെ മോനെ, കർത്താവ് ഈ രാത്രിയിൽ നിന്നെ തൊടട്ടെ. ഇന്നത്തെ വചനം എല്ലാവരും 3 പ്രാവശ്യം ആവർത്തിച്ചു ചൊല്ലുക. അത്ഭുത സൗഖ്യമുണ്ടാകട്ടെ. ആശ്വാസപ്രദമായ രാത്രി, പ്രതീക്ഷാ നിർഭരമായ പ്രഭാതം, സൽപ്രവർത്തികൾ നിറഞ്ഞ ദിവസം നൽകി നാം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിമളവും നാം എല്ലാവരോടും നീ ഷെയർ ചെയ്ത് എവിടെയെല്ലാം എത്തുന്നുവോ അവിടെയെല്ലാം അനുഗ്രഹ സൗഖ്യമുണ്ടാകട്ടെ.